10ാം ക്ലാസ് കഴിഞ്ഞാലേ കെട്ടിച്ചു വിടുക എന്നുള്ള കാലത്താണ് അബുവിന്റെ മോളെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കോയമ്പത്തൂരിക്ക് പഠിക്കാൻ വിടുന്നത്. അന്നത്തെ ആ കാലത്തെ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ കുടുംബക്കാർക്കോ ഇതൊട്ടും അങ്ങോട്ട് ദഹിച്ചില്ല. ഇന്നാട്ടിലോ ഈ കുടുംബത്തിലും ഇല്ലാത്ത ഓരോരോ പരിപാടികളാ അപ്പൊ അബുവിന്റെ മോളെ പഠിപ്പിക്കണത്. കല്യാണപ്രായാലേ കെട്ടിച്ചു വിടണം, അല്ലാതെ പഠിപ്പും പത്രാസും പറഞ്ഞിട്ട് കണ്ണി കണ്ട നാട്ടിൽ കൊണ്ടുപോയി നിർത്തലല്ല. അതൊന്നും കുടുംബത്തിന് ചേർന്നവർക്കുള്ള പരിപാടിയല്ല എന്നായിരുന്നു അന്ന് കുടുംബക്കാരുടെ അടക്കം പറച്ചില്ല. ഇതൊക്കെ കേൾക്കുമ്പോഴേ അബുവിന് അതൊക്കെ ഒരു പുച്ഛായിട്ടാ തോന്നിയത്. ആ നാട്ടിൽ ഇത്തിരി ബോധം ഇതൊക്കെ കേൾക്കുമ്പോ അബുവിന് തന്നെ ഉള്ളൂ. ആ നാട്ടിൽ ഇന്നേ വരെ ആരും 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. അതോ അബുവിന്റെ മോളാണെങ്കിൽ ഡിസ്റ്റിങ്ഷനോടെയാണ് പാസ്സായിക്കുന്നത്. പഠിത്തത്തിനായിട്ടേ മോളെ കോയമ്പത്തൂരിക്ക് കൊണ്ടുവിടാൻ നിൽക്കുമ്പോഴേ വാപ്പായിട്ട് മോളെ വേലിയടിച്ച് മോളായിട്ട് മതിൽ ചാടാതെ നോക്കിക്കോന്നായിരുന്നു അന്ന് എല്ലാവരുടെയും കുത്തിപ്പറച്ചിൽ തന്നെ. പഠിത്തൊക്കെ കഴിഞ്ഞു വരുമ്പോഴേ മോളെ ആൾക്കുള്ള ചെക്കനെയൊക്കെ കണ്ടുവച്ചിട്ടാ വന്നത്. മോള് പഠിക്കാൻ കോയമ്പത്തൂരിക്ക് പോകുമ്പോഴേ ഒരുപാട് പലഹാരങ്ങളും അച്ചാറുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അക്കൂട്ടത്തില് ഉണ്ടാക്കിയിട്ട് കൊടുത്തതാണ് ഒരു ബീഫ് അച്ചാർ. അന്ന് കോളേജിലെ എല്ലാവരും കൂടെ ഒരുമിച്ചാണത്ര ഭക്ഷണം കഴിക്കാനിരിക്കുക. ആൺകുട്ടികളുണ്ടാവും അക്കൂട്ടത്തില്. ക്ലാസ്സിലുള്ള കുട്ടികളുടെ കൂട്ടത്തില് വെറും പഠിപ്പിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരേ ഒരു പയ്യനായിരുന്നു ജവാദ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്നും പലഹാരങ്ങളും വെറൈറ്റി ഭക്ഷണങ്ങളും കൊണ്ടുവന്ന അബുവിന്റെ മോളെ അന്ന് ജവാദ് ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഇഷ്ടത്തിലായതാ. അപ്പൊ നിങ്ങൾക്കും വേണമെങ്കിൽ ഓർഡർ ചെയ്ത നമ്മുടെ ബീഫ് അച്ചാറ്.